ടാക്സ് ലോ ആൻഡ് അക്കൗണ്ട്സ് ബികോം BBA 5th സെമസ്റ്റർ കുട്ടികൾക്കായിട്ടുള്ള ക്ലാസ്സാണ് ഇവിടെ എടുത്തുകൊണ്ടിരിക്കുന്നത്. റിവിഷൻ ക്ലാസ്സാണ്. ഇപ്പോൾ നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത് ക്യാപിറ്റൽ ഗെയിൻസ് അതിലെ പാർട്ട് 2 വീഡിയോ ആണ്. പാർട്ട് 1 നമ്മൾ അതിൻ്റെ ബേസിക് ആയിട്ട് വന്ന തിയറീസ് കണ്ടതാണ്. ഈ പാർട്ട് 2 വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് കമ്പ്യൂട്ടേഷൻ ഓഫ് ക്യാപിറ്റൽ ഗെയിൻ ആണ്. ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ ആസ് വെൽ ആസ് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ. ഓക്കെ, ഇതിന് മുൻപുള്ള വീഡിയോയിൽ എന്താണ് ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ, എന്താണ് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ എന്നതിനെക്കുറിച്ചൊക്കെ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ കാണുക. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്നത് ശ്രദ്ധിക്കുക. കമ്പ്യൂട്ടേഷൻ ഓഫ് ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ, അത് ഇങ്ങനെ നമുക്ക് എന്താണ് എഴുതാം, STCG ഷോർട്ടാക്കിയിട്ട് STCG എന്ന് എഴുതാം. സെക്ഷൻ 48 ഇതിനെക്കുറിച്ച് പറയുന്നത്. ഇൻകം ടാക്സ് ലോ അല്ല, പക്ഷേ ഈ സെക്ഷൻ അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. ഓക്കെ, ഇത് ഓർത്ത് വെക്കേണ്ട ആവശ്യം വരുന്നില്ല. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ കമ്പ്യൂട്ട് ചെയ്യേണ്ടത് എന്നാണ് നോക്കേണ്ടത്. ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ ഈസ് ഈക്വൽ ടു ഫുൾ വാല്യൂ ഓഫ് കൺസിഡറേഷൻ മൈനസ് കോസ്റ്റ് ഓഫ് ആക്വിസിഷൻ and cost of improvement and any other expenditure incurred in connection with such transfer. ഇവിടെ ശ്രദ്ധിക്കുക. അപ്പോൾ ഇതാണോ അതിൻ്റെ കറക്റ്റ് ഫോർമാറ്റ് എന്ന് ചോദിച്ചാൽ ഇതല്ല, ഇത് കുറച്ചും കൂടി നീറ്റായിട്ട് എഴുതണം നിങ്ങൾ. ഞാനിതൊന്ന് ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ട് ഒന്ന് എഴുതി വെച്ചിരിക്കുകയാണ്. കമ്പ്യൂട്ടേഷൻ ഓഫ് ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ. അപ്പോൾ ആദ്യം എഴുതേണ്ടത് ഫുൾ വാല്യൂ ഓഫ് കൺസിഡറേഷൻ. ഓക്കെ, അതായത് ഇപ്പോൾ ഒരു ക്യാപിറ്റൽ അസറ്റ്, അത് ഷോർട്ട് ടേം ക്യാപിറ്റൽ അസറ്റാണ്. ഓക്കെ, അപ്പോൾ എന്താണ് ഷോർട്ട് ടേം ക്യാപിറ്റൽ അസറ്റ് എന്നുള്ളത് നമ്മളിതിന് മുൻപ് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുക, ഷോർട്ട് ടേം ക്യാപിറ്റൽ, അതിൻ്റെ ട്രാൻസ്ഫർ ചെയ്തിട്ട് അതിൽ നിന്ന് കിട്ടുന്ന കാശാണ് നമ്മൾ ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ ആയിട്ട്, അതിന് കാശല്ല, അതിൻ്റെ കിട്ടുന്ന പ്രോഫിറ്റ് ആണ് നമ്മൾ ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ ആയിട്ട് പരിഗണിക്കുക. അപ്പോൾ നമ്മുടെ ഒരു അസറ്റ്, അതൊരു ഷോർട്ട് ടേം അസറ്റ് നമ്മൾ വിറ്റു, അതിൽ നമുക്ക് കാശ് കിട്ടി. ഫുൾ വാല്യൂ ഓഫ് കൺസിഡറേഷൻ മീൻസ് എന്താണ്, സെയിൽ ചെയ്തപ്പോൾ നമുക്ക് അതിനായിട്ട് കിട്ടിയ കാശാണ് കൺസിഡറേഷൻ എന്ന് വെച്ചാൽ. ആ കൺസിഡറേഷൻ്റെ ഫുൾ വാല്യൂ ആദ്യം നിങ്ങൾ എഴുതി വെക്കുക. ഓക്കെ, അതായത് ഒരു അസറ്റ് കൊടുത്തു, ഫോർ എക്സാമ്പിൾ ഒരു 10 ലക്ഷം രൂപ ആ അസറ്റിന് കിട്ടിയെന്ന് വെക്കുക. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യുക, ആദ്യം ഇവിടെ 10 ലാക്ക് എന്ന് എഴുതുക. 10 ലാക്ക് ഇങ്ങനെ എഴുതിയാൽ പോരാ, എന്താണ് ശരിക്കും അക്കങ്ങൾ വെച്ചിട്ട് എഴുതുക. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഈ നമ്മുടെ ക്യാപിറ്റൽ അസറ്റ് വാങ്ങാനായിട്ട് നമുക്ക് 8 ലക്ഷം രൂപ ചിലവ് വന്ന് എന്ന് കരുതുക. അതായത് നമ്മൾ വാങ്ങിയ നേരത്ത് 8 ലക്ഷം രൂപ കൊടുത്തിട്ടാണ് ഈ ഒരു ക്യാപിറ്റൽ അസറ്റ് വാങ്ങിയത് എന്ന് കരുതുക. ഓക്കെ, അതിവിടെ അത് മൈനസ് ചെയ്യേണ്ട എമൗണ്ട് ആണ്. ഓക്കെ, ഇനി ഈ ഒരു അസറ്റ് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് നമ്മൾ എന്തെങ്കിലും ചിലവാക്കിയിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ കാറിൻ്റെ കേസൊക്കെയാണ് നമ്മൾ എന്താണ് അതിന് ഇമ്പ്രൂവ്മെൻറ്റിനായിട്ട് അല്ലെങ്കിൽ നമ്മൾ അഡീഷണൽ ഫിറ്റിങ്സ് ഒക്കെ അത് ചെയ്യും. അപ്പോൾ അങ്ങനെ ഒരു 50,000 രൂപയൊക്കെ നമ്മൾ ചിലവാക്കിയിട്ടുണ്ടെങ്കിൽ അതും ഇതിൻ്റെ കൂട്ടത്തിൽ എഴുതുക. ഓക്കെ, ഇനി നമ്മളിത് വിൽക്കുന്ന നേരത്ത്, അതായത് ഈ ഒരു ക്യാപിറ്റൽ അസറ്റ് വിൽക്കുന്ന നേരത്ത് വല്ല ബ്രോക്കറേജോ കമ്മീഷനോ അങ്ങനെ എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ അതും വേണമെങ്കിൽ എന്ത് ചെയ്യുക, ഇവിടെ എഴുതുക. ഓക്കെ, അതിനൊരു 20,000 രൂപ നമ്മൾ കൊടുത്തു എന്ന് കരുതുക. 0.2 ലാക്കാണ്, 20,000 രൂപ കൊടുത്തു എന്ന് കരുതുക. ഓക്കെ, അതും ഇവിടെ നമ്മൾ എഴുതുക. ഇതൊക്കെ മൈനസ് ചെയ്യേണ്ട എമൗണ്ട് ആണ്. അപ്പോൾ 10 ലക്ഷത്തിൽ നിന്ന് 8 ലക്ഷം കുറച്ചാൽ എത്ര വരും, 2 ലക്ഷം. 2 ലക്ഷത്തിൽ നിന്ന് 50,000 കുറച്ചാൽ 1,50,000. 1,50,000 നിന്ന് 20,000 കുറച്ചാൽ 1.3 ലാക്കാണ് എന്ത് വരിക, നമ്മുടെ ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ ആയിട്ട് വരിക. ഓക്കെ, അപ്പോൾ ഇതിങ്ങനെയാണ് കമ്പ്യൂട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ക്യാപിറ്റൽ ഗെയിൻ കമ്പ്യൂട്ട് ചെയ്യാന്ന് വെച്ചാൽ വളരെ സിമ്പിളാണ്, പ്രത്യേകിച്ചും ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ. അധികം ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ അല്ല നിങ്ങളുടെ എക്സാമിനേഷന് ചോദിക്കുക, അത് വളരെ സിമ്പിളായിട്ട് കമ്പ്യൂട്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. അധിക പക്ഷം നിങ്ങളുടെ അടുത്ത് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ആണ് ചോദിക്കുക. ഓക്കെ, ഇത് ഏത് സ്റ്റേറ്റ്മെൻറ്റ് പ്രകാരം നിങ്ങൾക്ക് എഴുതാം. ഓക്കെ, ഇങ്ങനെ നിങ്ങൾക്ക് ഇത് ഈ ഒരു മെത്തേഡല്ല, നിങ്ങൾ എന്ത് ചെയ്യുക, ആദ്യം ഫുൾ വാല്യൂ കൺസിഡറേഷൻ എന്ന് വെച്ചിട്ട് കുറച്ചുകൂടി നീറ്റായിട്ട് കറക്റ്റായിട്ട് എമൗണ്ട് എഴുതുക. അതേപോലെ ഇവിടെ മൈനസ് ഒന്നും എഴുതേണ്ട കാര്യമില്ല, താഴെ ഓരോന്നായിട്ട് എഴുതുക. കോസ്റ്റ് ഓഫ് ആക്വിസിഷൻ, കോസ്റ്റ് ഓഫ് ഇമ്പ്രൂവ്മെൻറ്റ്, റിലേറ്റഡ് കോസ്റ്റ് ഉണ്ടെങ്കിൽ അത് എഴുതുക. എമൗണ്ടുകൾ ഒന്നുകിൽ ഇൻസൈഡ് കോളത്തിൽ എഴുതി ടോട്ടൽ എഴുതിയിട്ട് ഇവിടെ എഴുതുക. അതിൽ നിന്ന് എന്നിട്ട് ഈ ഒരു എമൗണ്ടിൽ നിന്നത് കുറച്ചാൽ മതി. എന്നിട്ട് എന്ത് ചെയ്യുക, അപ്പോൾ നമുക്ക് ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ കിട്ടും. ഓക്കെ, അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ എന്നിട്ട് എന്ത് ചെയ്യുക, അങ്ങോട്ടേക്ക് എടുത്ത് എഴുതിയിട്ട് ഈ എമൗണ്ടിൽ നിന്ന് അത് കുറച്ചാൽ മതി. അപ്പോൾ നമുക്ക് ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ കിട്ടും. ഓക്കെ, അത് നിങ്ങളുടെ ഇഷ്ടം പോലെ എഴുതിയാൽ മതി, പക്ഷേ നീറ്റായിട്ട് പ്രസൻറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അക്കൗണ്ടൻസി പോലെ ഒരു ഫിക്സഡ് ഫോർമാറ്റ് ഒന്നും ഇതിൽ വരുന്നില്ല, സ്റ്റേറ്റ്മെൻ്റ് ആണ്. അത് എങ്ങനെയാണെന്നുള്ളത്
എക്സാമിനറിനെ ബോധിപ്പിച്ചാൽ മാത്രം മതി. പിന്നെ മെയിനായിട്ട് നോക്കുന്നത് എന്താണ്, എത്ര എമൗണ്ട് ആണ് ഇവിടെ വന്നിരിക്കുന്നത് എന്നാണ് എക്സാമിനർ മെയിനായിട്ട് നോക്കുക. ഈ പോയിന്റുകളൊക്കെ എല്ലാം കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ടോ എന്ന് നോക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ടെക്സ്റ്റ് ബുക്കിലേക്ക് പോകാം. അപ്പോൾ ടെക്സ്റ്റ് ബുക്കിൽ ശ്രദ്ധിക്കുക, ഇല്ലസ്ട്രേഷൻ 1 കൊടുത്തിട്ടുണ്ട്. മിസ്റ്റർ സുന്ദർ സോൾഡ് എ ബിൽഡിംഗ് ഓൺ 3rd February 2020 for ₹11,35,000 and paid a brokerage of ₹15,000. He had acquired the asset on 15th May 2018 at a cost of ₹4,35,000. Compute the short-term capital gain. ഓക്കെ, ഇവിടെ സുന്ദർ എന്ന് പറയുന്ന വ്യക്തി 11,35,000 രൂപക്ക് അദ്ദേഹത്തിൻ്റെ ഒരു അസറ്റ്, ഒരു ബിൽഡിംഗ് വിറ്റിട്ടുണ്ട്. ആൻഡ് പെയ്ഡ് ബ്രോക്കറേജ് ഓഫ് 15,000 ആൻഡ് അക്വയർഡ് ദ അസറ്റ് ഓൺ 15th May 2018 അറ്റ് എ കോസ്റ്റ് ഓഫ് 4,35,000. ഓക്കെ, അപ്പോൾ കമ്പ്യൂട്ട് ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ ആണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ഇവിടെ ശ്രദ്ധിക്കുക, അസറ്റ് വാങ്ങിയിരിക്കുന്നത് മെയ് 15 2018. അസറ്റ് വിറ്റിരിക്കുന്നത് ഫെബ്രുവരി 3, 2020. ഏതാണ് അസറ്റ്? ബിൽഡിംഗ് ആണ്. ബിൽഡിംഗ് എന്നാണ് ഇമ്മൂവബിൾ പ്രോപ്പർട്ടിയാണ്. ഇമ്മൂവബിൾ പ്രോപ്പർട്ടീൻ്റെ കണ്ടീഷൻ എന്താണെന്ന് വെച്ചാൽ അത് 24 മാസങ്ങൾ, 2 വർഷങ്ങൾ കഴിഞ്ഞാലാണ് അത് ലോങ് ടേം ക്യാപിറ്റൽ അസറ്റായിട്ട് പരിഗണിക്കുക. വാങ്ങിയിട്ട് 2 വർഷം ഉപയോഗിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് അത് വിൽക്കുന്നതെങ്കിൽ അത് ലോങ് ടേം ക്യാപിറ്റൽ അസറ്റായിട്ട് പരിഗണിക്കും. 2 വർഷത്തിനുള്ളിലാണ് അസറ്റ് വിൽക്കുന്നതെങ്കിൽ അത് ഷോർട്ട് ടേം ക്യാപിറ്റൽ അസറ്റായിട്ട് പരിഗണിക്കും. ഇവിടെ വാങ്ങിയിരിക്കുന്നത് 15th May 2018 ആണ്. ഓക്കെ, അപ്പോൾ 15th May 2019 ആകുമ്പോൾ 1 വർഷം തികയും. 15th May 2020 ആകുമ്പോഴാണ് 2 വർഷം തികയുള്ളൂ. അതിന് മുന്നേ എന്ത് ചെയ്തിട്ടുണ്ട്? അസറ്റ് വിറ്റിട്ടുണ്ട്. 3rd February 2020 എന്ത് ചെയ്തിട്ടുണ്ട്? അസറ്റ് വിറ്റു. ഓക്കെ, അപ്പോൾ 2 വർഷം തികഞ്ഞിട്ടില്ല. അതിന് മുൻപ് തന്നെ ഈ അസറ്റ് കൈമാറ്റം ചെയ്തിട്ടുണ്ട്, അത് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഇത് ഷോർട്ട് ടേം ക്യാപിറ്റൽ അസറ്റാണ്. അപ്പോൾ അത് ട്രാൻസ്ഫർ ചെയ്തത് കൊണ്ട് നമുക്കിവിടെ എന്താ കമ്പ്യൂട്ട് ചെയ്യേണ്ടത്? ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ ആണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ എക്സാമിനേഷൻ എഴുതുമ്പോൾ ഈ ഒരു ഫോർമാറ്റിൽ എഴുതുക. മാക്സിമം എന്ത് ചെയ്യുക, ആദ്യം വാല്യൂ ഓഫ് കൺസിഡറേഷൻ എഴുതുന്നത് മുകളിലായിട്ട് ഒരു ഹെഡിങ് കൂടി എഴുതുന്നത് നല്ലതാണ്. കമ്പ്യൂട്ടേഷൻ ഓഫ് ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ എന്ന ഹെഡിങ് കൂടി നിങ്ങൾ എക്സാമിനേഷൻ എഴുതുന്ന നേരത്തെ എഴുതാൻ ശ്രദ്ധിക്കുക. ഓക്കെ, ഞാനിവിടെ എഴുതാൻ വിട്ടുപോയതാണ്. അപ്പോൾ എക്സാമിനേഷൻ്റെ പ്രസൻറ്റേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം മുകളിലായിട്ട് ഷോർട്ട് ടേം കമ്പ്യൂട്ടേഷൻ ഓഫ് ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ എന്ന് എഴുതുക. എന്നിട്ട് ആദ്യമായിട്ട് വാല്യൂ ഓഫ് കൺസിഡറേഷൻ എഴുതുക, ആ എമൗണ്ട് എഴുതുക. പിന്നെ എന്താണ്, ഇതൊക്കെ എന്താണ്, ഈ 3 എമൗണ്ടുകളും നമുക്ക് മൈനസ് ചെയ്യേണ്ട എമൗണ്ടുകളാണ്. അപ്പോൾ അതെന്താണ്, 3ഉം എഴുതുക. ഈ എമൗണ്ട് ഇവിടെ വരുന്നില്ല, ഞാൻ വെറുതെ എഴുതി വെച്ചതാണ്. നിങ്ങൾ ഇത് വന്നിട്ടില്ലെങ്കിൽ നിങ്ങൾ എന്താണ്, ഇത് എഴുതേണ്ട ആവശ്യം വരുന്നില്ല. ഓക്കെ, ഞാനിത് വെറുതെ ഒന്ന് കാണിക്കാനായിട്ട് എഴുതി വെച്ചിരിക്കുന്നതാണ്. പിന്നെ എന്താണ്, കോസ്റ്റ് ഓഫ് ആക്വിസിഷൻ എഴുതുക. അതേപോലെ അതർ കോസ്റ്റ് എന്താണ്, ഇവിടെ ബ്രോക്കറേജിനെ കുറിച്ച് പറയുന്നുണ്ട്. ഓക്കെ, ഇവിടെ ക്വസ്റ്റ്യനിൽ എന്ത് പറയുന്നുണ്ട്? ബ്രോക്കറേജിനെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. അപ്പോൾ അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്, 15,000. അപ്പോൾ ഇത് രണ്ടും ഇതിൽ നിന്ന് കുറയ്ക്കേണ്ടതാണ്. അപ്പോൾ എത്ര കിട്ടുന്നുണ്ട്? 6,85,000 രൂപയാണ് ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ ആയിട്ട് കിട്ടിയിരിക്കുന്നത്. ടെക്സ്റ്റിൽ മറ്റൊരു ഫോർമാറ്റാണ് കൊടുത്തിരിക്കുന്നത്. ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ എന്ന് വെച്ചിട്ട് 11,35,000 കൊടുത്തിട്ടുണ്ട്, 4,35,000 പിന്നെന്താണ് 15,000. ഇത് രണ്ടും കൂടി ആഡ് ചെയ്തിട്ട് ഇതിൽ നിന്ന് മൈനസ് ചെയ്തിരിക്കുന്നതാണ്. ഇങ്ങനെ ഹൊറിസോണ്ടലായിട്ട് നിങ്ങളൊരു കാരണവശാലും എക്സാമിനേഷന് പ്രസൻറ്റ് ചെയ്യാൻ പാടില്ല. ഓക്കെ, ഇങ്ങനെ ഹൊറിസോണ്ടലായിട്ട് പ്രസൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് എന്താണ്, നമ്മുടെ മാർക്കിനെ ബാധിക്കുന്ന ഒരു കാര്യമാണ്. അത് ഒരു എന്താണ്, ഇംപ്രസീവ് ആയിട്ടുള്ള ഒരു പ്രസൻറ്റേഷൻ അല്ല. ഓക്കെ, മാക്സിമം ആ വെർട്ടിക്കൽ. അടുത്ത ചോദ്യം നോക്കാം. മിസ്റ്റർ സുരേഷ് അക്വയർഡ് 4,000 shares ഓഫ് പയനിയർ ലിമിറ്റഡ് ഓൺ 15th July 2018 at a cost of ₹23 per share. He also paid a brokerage of ₹2 per share. On 13th May 2019, he sold 3,000 shares at 35 per share and paid a brokerage of ₹1 per share. Compute the capital gain. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താണ് പറഞ്ഞിരിക്കുന്നത് എന്ന് നോക്കാം. ഓക്കെ, ഇവിടെ എന്താണ് പറഞ്ഞിരിക്കുന്നത്? 4,000 ഷെയർ ജൂലൈ 15, 2018 മിസ്റ്റർ സുരേഷ് വാങ്ങിയിട്ടുണ്ട്. ഒരു ഷെയറിൻ്റെ വില എത്രയാണെന്ന് വെച്ചാൽ 23 രൂപയാണ്. ഓക്കെ, അതിൻ്റെ കൂടെ ഇദ്ദേഹം 2 രൂപ അതിന് ബ്രോക്കറേജും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഒരു ഷെയറിന് 2 രൂപ ബ്രോക്കറേജും
കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 23ൻ്റെ കൂടെ 25 രൂപ, ഓക്കെ, 23ഉം അതിൻ്റെ കൂടെ 2ഉം കൂടി ചേർത്ത് 25 രൂപക്കാണ് ഷെയർ വാങ്ങിയിരിക്കുന്നത്. 23 രൂപ ഷെയറിൻ്റെ വില, ഒരു ഷെയറിന് 2 രൂപ ബ്രോക്കറേജും. അതാണ് അത് വാങ്ങാനായിട്ട് വന്നിരിക്കുന്ന ചിലവ്. പിന്നെ പറഞ്ഞിരിക്കുന്നത് 13th മെയ് 13, 2019 he sold 3000 shares at 35 per share and paid a brokerage of ₹1 per share. ഓക്കെ, ഒരു ഷെയറിന് 1 രൂപ ബ്രോക്കറേജ് വെച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു ഷെയറിന് 35 രൂപ കിട്ടിയിട്ടുണ്ട്. 3000 ഷെയറേ വിറ്റിട്ടുള്ളൂ. അപ്പോൾ ഇവിടെ ക്യാപിറ്റൽ ഗെയിന് കമ്പ്യൂട്ട് ചെയ്യാം. ഇവിടെ നോക്കാനുള്ളത് ഇതൊരു എന്താണ് ലിസ്റ്റഡ് ഷെയർ ആണ്. ഓക്കെ, അപ്പോൾ ഇത് ലിസ്റ്റഡ് ഷെയർ ആയിട്ട് അനുമാനിക്കുക. എന്താണെന്ന് വെച്ചാൽ ക്വസ്റ്റ്യനിൽ ഷെയറിനെ കുറിച്ച് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അത് ലിസ്റ്റഡ് ആണോ അൺലിസ്റ്റഡ് ആണോ എന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ അവിടെ അത് ലിസ്റ്റഡ് ഷെയർ ആയിട്ട് നമുക്ക് അനുമാനിക്കാം. ഓക്കെ, അപ്പോൾ 12 മാസത്തിനുള്ളിലാണ് ഇത് വിറ്റിരിക്കുന്നത്. ജൂലൈ 15, 2018 വാങ്ങിയിട്ട് മെയ് 13, 2019 വിറ്റിട്ടുണ്ട് അല്ലേ. ജൂലൈ 15 ആവണമായിരുന്നു ഒരു വർഷം തികയാനായിട്ട്. ഓക്കെ, അപ്പോൾ ലിസ്റ്റഡ് ഷെയറിൻ്റെ കേസ് എന്താണ്, 12 മാസങ്ങൾ അതിനുള്ളിലാണ് ഉപയോഗിച്ച് നമ്മൾ അത്, അല്ലെങ്കിൽ നമ്മൾ കൈവശം വെച്ചിട്ട് അത് കൈമാറ്റം ചെയ്യുന്നതെങ്കിൽ അത് ഷോർട്ട് ടേം ക്യാപിറ്റൽ അസറ്റായിട്ട് പരിഗണിക്കും. 12 മാസത്തിൽ കൂടുതൽ നമ്മൾ കൈവശം വെച്ചിട്ട് അത് ട്രാൻസ്ഫർ ചെയ്യുകയാണെങ്കിൽ അത് ലോങ് ടേം ക്യാപിറ്റൽ അസറ്റായിട്ട് പരിഗണിക്കും. ഇവിടെ ഈ SSC, അതായത് മിസ്റ്റർ സുരേഷ് 12 മാസത്തിനുള്ളിലാണ് ഈ പറയുന്ന ഷെയർ കൈമാറ്റം ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അത് ഷോർട്ട് ടേം ക്യാപിറ്റൽ അസറ്റാണ്. അപ്പോൾ അവിടെ കിട്ടുന്നത് ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ ആണ്. ഓക്കെ, അപ്പോൾ ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ ആണ് ഇവിടെ കമ്പ്യൂട്ട് ചെയ്യുന്നത്. നമ്മൾ നേരത്തെ കണ്ട പോലെയാണ് നിങ്ങൾ കമ്പ്യൂട്ട് ചെയ്യേണ്ടത്. പക്ഷേ ഇവിടെ ഇങ്ങനെ എന്താണ് ഒരു ലൈന് പോലെയാണ് ഇങ്ങനെ എഴുതിയിരിക്കുന്നത്. ഇങ്ങനെ ഒരിക്കലും നിങ്ങൾ ചെയ്യരുത്. അത് പ്രോപ്പറായിട്ട് തന്നെ എന്താണ് എഴുതുക. അപ്പോൾ ആദ്യം എഴുതേണ്ടത് നിങ്ങൾക്ക് എന്താണ്, ആദ്യം നിങ്ങൾ എന്താ എഴുതേണ്ടത്, ആദ്യം എഴുതേണ്ടത് ഫുൾ വാല്യൂ ഓഫ് കൺസിഡറേഷൻ ആണ്. ഫുൾ വാല്യൂ ഓഫ് കൺസിഡറേഷൻ, എത്ര കൺസിഡറേഷൻ കിട്ടി, ഷെയർ ട്രാൻസ്ഫർ ചെയ്തപ്പോൾ എത്ര ക്യാഷാണ് കിട്ടിയിരിക്കുന്നത്. 3000 ഷെയറാണ് ട്രാൻസ്ഫർ ചെയ്തിരിക്കുന്നത്. 3000 ഷെയറിന് ഒരു ഷെയറിന് 35 രൂപ വെച്ച് കിട്ടി. പക്ഷേ അതിൻ്റെ കൂടെ ബ്രോക്കറേജ് ആയിട്ട് 1 രൂപ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 34 രൂപയാണ് ശരിക്കും പറയുകയാണെങ്കിൽ വില കിട്ടിയിരിക്കുന്നത്. 1 രൂപ ബ്രോക്കറേജിന് പോയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എങ്ങനെ ചെയ്തിരിക്കുന്നത്, 3000 × 35 മൈനസ് 3000. കാര്യം 1 രൂപേനെ 3000 ഷെയർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ 3000 കിട്ടി. ഓക്കെ, അപ്പോൾ 1,02,000 രൂപയാണ് വന്നിരിക്കുന്നത്. ഇവിടെ ശ്രദ്ധിക്കുക, 3000 ഇതെന്താണ്, കോസ്റ്റ് ഓഫ് ആക്വിസിഷൻ ആണ്. കോസ്റ്റ് ഓഫ് ആക്വിസിഷൻ, അതിൻ്റെ കൂടെ അതർ കോസ്റ്റും. കോസ്റ്റ് ഓഫ് ആക്വിസിഷൻ 3000 എന്താണ് 23. ഒരു ഷെയറിന് 23 രൂപ വെച്ചിട്ടാണ് വാങ്ങിയിരിക്കുന്നത്. പിന്നെന്താണ് 6000 രൂപ എങ്ങനെ വന്നെന്ന് വെച്ചാൽ 2 രൂപ ബ്രോക്കറേജ് ആയിരുന്നു. അപ്പോൾ 2 × 3000 എത്ര വരും, 6000. 4000 ഷെയറാണ് വാങ്ങിയത്, പക്ഷേ വിറ്റിരിക്കുന്നത് 3000 ഷെയറാണ്. അതിൻ്റെ ക്യാപിറ്റൽ ഗെയിൻ മാത്രം നമ്മൾ നോക്കിയാൽ മതി. ബാലൻസ് ഉള്ള 1000 രൂപയുടെ ക്യാപിറ്റൽ ഗെയിൻ നമ്മൾ നോക്കേണ്ട ആവശ്യം വരുന്നില്ല. 4000 ഷെയറല്ലേ വാങ്ങിയത് എന്നുള്ളത് സംശയം വരരുത്. കാര്യം വിറ്റ 3000 ഷെയറിൻ്റെ ക്യാപിറ്റൽ ഗെയിൻ മാത്രമേ നമ്മൾ നോക്കുന്നുള്ളൂ. ബാക്കി 1000 ഷെയർ ഇപ്പോഴും SSCയുടെ കൈവശം തന്നെയാണ്. അവിടെ അയാൾക്ക് ക്യാപിറ്റൽ ഗെയിൻ വന്നിട്ടില്ല, ആ ബാക്കി 1000 ഷെയറിന്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് 3000 × 2 6000 ബ്രോക്കറേജിൻ്റെ പൈസ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാം, കോസ്റ്റ്. അപ്പോൾ ഈ എമൗണ്ടിൽ നിന്ന് ഈ എമൗണ്ട് മൈനസ് ചെയ്യുമ്പോൾ 27,000 കിട്ടും. അതാണ് നമ്മുടെ ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ. ഇനി അടുത്ത പോയിന്റ് നമുക്ക് ശ്രദ്ധിക്കാനായിട്ടുള്ളത് ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ ഓർ ലോസ് ഓൺ ഡിപ്രിസിയബിൾ അസറ്റ്. അപ്പോൾ ഇനി അടുത്തതായിട്ട് ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ ഓർ ലോസ് ഓൺ ഡിപ്രിസിയബിൾ അസറ്റ് വളരെ സിമ്പിളാണ്. ചില ക്വസ്റ്റ്യൻസിൽ അതിൻ്റെ വാങ്ങിയ വില, ഓക്കെ, കോസ്റ്റ് ഓഫ് ആക്വിസിഷൻ തരില്ല, അതിന് പകരമായിട്ട് ബാലൻസാണ് തരിക. ഓക്കെ, ഇവിടെ എന്താ തന്നിരിക്കുന്നത്, ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക, WDV ആണ് തന്നിരിക്കുന്നത്, റിട്ടേൺ ഡൗൺ വാല്യൂ. ഓക്കെ, ബാലൻസ്. ദ റിട്ടേൺ ഡൗൺ വാല്യൂ ഓൺ ഫർണിച്ചർ ഓൺ 1st April 2019 is ₹70,000. Okay, on 15th July 2019 it is sold for 82,000. Compute capital gain. ഓക്കെ, 70,000 ആയിരുന്നു റിട്ടേൺ ഡൗൺ വാല്യൂ, അത് 82,000 ആയിട്ടുണ്ട്. 82,000-നാണ് നമ്മൾ പിന്നെന്താണ് അത് വിറ്റിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ
ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ എത്രയാണെന്നുള്ളതാണ് നോക്കേണ്ടത്. ഇത് രണ്ടിൻ്റെയും ഡിഫറൻസ് ആണ് ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ വരിക. ഇതിപ്പോൾ 90,000 ആണെങ്കിൽ 8,000 രൂപ ഷോർട്ട് ടേം ക്യാപിറ്റൽ ലോസ് വരും. ഇതിപ്പോൾ 70,000 ആയതുകൊണ്ട് എത്ര വരും? 12,000 രൂപ ഇവിടെ ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ ആണ് വരിക. ഓക്കെ ആൻസർ ശ്രദ്ധിക്കുക. ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ ഇസ് ഈക്വൽ ടു 82,000 മൈനസ് 70,000 വിച്ച് ഇസ് ഈക്വൽ ടു 12,000. ഓക്കെ, അതായത് എത്രയാണ് നമ്മുടെ റിട്ടേൺ ഡൗൺ വാല്യൂ അത് നമ്മൾ എഴുതുക. ഓക്കെ, അല്ലാതെ കോസ്റ്റ് ഓഫ് ആക്വിസിഷൻ നമുക്ക് എന്താണ് അവിടെ എഴുതാണ്ടാവില്ല. ഓക്കെ, അപ്പോൾ ഡിപ്രിസിയബിൾ അസറ്റ് ആണെങ്കിൽ നമ്മൾ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. ഓക്കെ, ഇനി അടുത്തതായിട്ട് കമ്പ്യൂട്ടേഷൻ ഓഫ് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ. ഓക്കെ, ക്യാപിറ്റൽ ഗെയിൻ നമ്മൾ ഇതുവരെ കണ്ടത് കമ്പ്യൂട്ടേഷൻ ഓഫ് ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ ആയിരുന്നു. അപ്പോൾ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിനും ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിനും കമ്പ്യൂട്ട് ചെയ്യുന്നതിൻ്റെ പ്രൊസീജിയർ സെയിം ആണ്. പക്ഷേ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ നമ്മൾ കമ്പ്യൂട്ട് ചെയ്യുന്ന നേരത്ത് നമ്മൾ ഇൻഫ്ലേഷൻ റേറ്റിനെയും കൂടി നമ്മൾ പരിഗണിക്കണം. അറിയാം, ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ആണ്. അപ്പോൾ മിനിമം എന്താണ് 3 വർഷം വരും, ചിലതിൽ 1 വർഷത്തിന് മുകളിൽ വരും. ഷെയർ ആണെങ്കിൽ, ലിസ്റ്റഡ് ഷെയർ ആണെങ്കിൽ, അൺലിസ്റ്റഡ് ഷെയറോ അല്ലെങ്കിൽ ഇമ്മൂവബിൾ പ്രോപ്പർട്ടി ലാൻഡും ബിൽഡിംഗ് ആണെങ്കിലും എന്താണ് 2 വർഷം വരും. അപ്പോൾ കാലതാമസം വരുന്നുണ്ട്. അപ്പോൾ ഈ കാലതാമസത്തിനിടയ്ക്ക് ഇൻഫ്ലേഷൻ റേറ്റ് വരുന്നുണ്ട്. അതും എന്തിനെ ബാധിക്കുന്നുണ്ട്? നമ്മൾ ഒരു സംഗതി അല്ലെങ്കിൽ ഒരു അസറ്റ് 3 വർഷം മുൻപ് വാങ്ങിയിട്ടുണ്ടെങ്കിൽ 3 വർഷം കഴിയുമ്പോഴേക്കും അതിൻ്റെ റിയൽ വാല്യൂവും വർദ്ധിക്കുകയാണ്, കോസ്റ്റ് ഓഫ് ആക്വിസിഷനും വർദ്ധിക്കുകയാണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇൻഫ്ലേഷൻ കൂടിയിട്ടുണ്ടാവും. 3 വർഷം മുൻപ് ഒരു 70,000 80,000 കൊടുത്ത് വാങ്ങിയ ഒരു മോട്ടോർ സൈക്കിളിൻ്റെ വില ആയിരിക്കില്ല ഇപ്പോൾ അത് വാങ്ങുന്ന നേരത്ത്. സെയിം മോട്ടോർ സൈക്കിളിൻ്റെ ബ്രാൻഡിന് ചിലപ്പോൾ അത് 1 lakh കവർ ചെയ്തിട്ടുണ്ടാവും. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇൻഫ്ലേഷൻ റേറ്റ് വർദ്ധിക്കുകയാണ്. അപ്പോൾ ആ ഒരു ഇൻഫ്ലേഷൻ റേറ്റും കൂടി നമ്മൾ എന്താണ് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിനിൽ എന്ത് ചെയ്യണം? നമ്മൾ പരിഗണിക്കണം. അപ്പോൾ അതിനായിട്ട് ഇന്ത്യ ഗവൺമെൻറ് എന്താണ് കോസ്റ്റ് ഇൻഡെക്സ് തന്നിട്ടുണ്ട്. ഓക്കെ, ഇന്ത്യ ഗവൺമെൻറ് ഒരു കോസ്റ്റ് ഇൻഡെക്സ് തന്നിട്ടുണ്ട്. അതായത് 2001 2002 ആ കാലഘട്ടങ്ങളിൽ 100 കോസ്റ്റ് ഇൻഫ്ലേഷൻ ഇൻഡെക്സ് ആയിട്ട് തന്നിരിക്കുന്നത്. ഇതിന് മുൻപുള്ള കാലഘട്ടങ്ങളും, അതായത് 99 2000 98 99 ഈ കാലഘട്ടങ്ങളൊക്കെ 100 തന്നെ പരിഗണിക്കാനാണ് ഗവൺമെൻറ് പറയുന്നത്. 2001 2002 ആണ് ബേസ് ഇയർ ആയിട്ട് പരിഗണിക്കുന്നത്. അതിന് മുൻപുള്ള എല്ലാ വർഷങ്ങളും 100 തന്നെ പരിഗണിക്കാം. പിന്നെ ഓരോന്നും എന്താണ് മെല്ലെ മെല്ലെ ഈ ഇൻഫ്ലേഷൻ റേറ്റ് വർദ്ധിക്കുന്നുണ്ട്. ആദ്യം 105 അതായത് 100 രൂപേൻ്റെ സാധനത്തിന് പിന്നെ 105 രൂപയാവും അടുത്ത വർഷം എന്നാണ് പറയുന്നത്. പിന്നെ 109 രൂപയായി, പിന്നെ 113 രൂപയായി, 117 രൂപയായി, 122 രൂപയായി അല്ലേ. അപ്പോൾ ഇങ്ങനെ ഇൻഫ്ലേഷൻ വർദ്ധിക്കുന്നുണ്ട്. അപ്പോൾ ആ ഇൻഡെക്സേഷനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്, അതിൻ്റെ പെർസെൻറ്റേജ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ നോക്കണം. അതായത് എസറ്റ് എന്നാണ് വാങ്ങിയിരിക്കുന്നത് ആ ഇൻഫ്ലേഷൻ റേറ്റ് നോക്കുക, എസറ്റ് എന്നാണ് വിറ്റിരിക്കുന്നത് ആ ഇൻഫ്ലേഷൻ റേറ്റ് അല്ലെങ്കിൽ ആ ഇൻഡെക്സ് നമ്മൾ പരിഗണിക്കുക. എന്നിട്ട് വേണം നമ്മൾ കമ്പ്യൂട്ട് ചെയ്യാനായിട്ട് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിന് കമ്പ്യൂട്ട് ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിന് അല്ലെങ്കിൽ ലോങ് ടേം ക്യാപിറ്റൽ ലോസ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ആദ്യം നെറ്റ് കൺസിഡറേഷൻ, ഓക്കെ, ഫുൾ വാല്യൂ കൺസിഡറേഷൻ ചെയ്യുക. അത് എത്രയാണോ വാല്യൂ അത് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് അതേപടി എഴുതി വെക്കുക. പിന്നെ എന്താണ് ലെസ് ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് ആക്വിസിഷൻ, പിന്നെ ലെസ് ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെൻറ്റ്. പിന്നെ എന്താണ് ഇത് രണ്ടും ലെസ് ചെയ്തിട്ട് ഇപ്പോൾ ഈ കിട്ടിയിരിക്കുന്നത് നമ്മുടെ കൺസിഡറേഷൻ ഇത് രണ്ടിനെക്കാട്ടും കൂടുതലാണെങ്കിൽ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ വരും, കുറവാണെങ്കിൽ ഇവിടെ ലോങ് ടേം ക്യാപിറ്റൽ ലോസ് വരും. ഓക്കെ, അപ്പോൾ എന്താണ് ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് ആക്വിസിഷൻ? നമ്മൾ ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ കമ്പ്യൂട്ട് ചെയ്യുന്ന നേരത്തും എന്താണ് കോസ്റ്റ് ഓഫ് ആക്വിസിഷൻ എഴുതുന്നുണ്ട്, പക്ഷേ നമ്മളവിടെ ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് ആക്വിസിഷൻ എഴുതുന്നില്ല. അതേപോലെ നമ്മൾ എന്താണ് ഇവിടെ കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെൻറ്റും ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിനിൻ്റെ നേരത്ത് നമ്മൾ എഴുതുന്നുണ്ട്, പക്ഷേ അതും എന്താണ് ഇൻഡെക്സ് ചെയ്തിട്ട് നമ്മളിവിടെ എഴുതുന്നില്ല. അത് ലോങ് ടേമിൽ മാത്രമേ എഴുതുന്നുള്ളൂ. അപ്പോൾ എങ്ങനെയാണ് ഇൻഡെക്സ് ചെയ്യുക? കോസ്റ്റ് ഓഫ് ആക്വിസിഷൻ എങ്ങനെയാണ് ഇൻഡെക്സ് ചെയ്യാന്ന് വെച്ചാൽ ഇൻഡെക്സ് കോസ്റ്റ് ഓഫ് acquisition is calculated as follows: cost of acquisition into cost inflation index of the year in which the asset is sold. അതായത് വിറ്റിരിക്കുന്ന വർഷത്തിൽ വന്ന കോസ്റ്റ് ഇൻഡെക്സ് ഡിവൈഡഡ് ബൈ കോസ്റ്റ് ഓഫ് ഇൻഫ്ലേഷൻ ഇൻഡെക്സ് ഓഫ് ദ ഇയർ ഇൻ വിച്ച് അസറ്റ് ഈസ് പർച്ചേസ്ഡ്. അപ്പോൾ പർച്ചേസ് ചെയ്തിരിക്കുന്ന ഇൻഡെക്സ് താഴെ എഴുതുക, വിറ്റ സെല്ല് ചെയ്ത സെയിൽസ് നടന്ന വർഷത്തെ ഇൻഡെക്സ് മുകളിൽ എഴുതുക, അതിനെ തമ്മിൽ ഡിവൈഡ് ചെയ്യുക, അതിനെ കോസ്റ്റ് ഓഫ് ആക്വിസിഷൻ്റെ കൂടെ എന്ത് ചെയ്യുക മൾട്ടിപ്ലൈ ചെയ്യുക. കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെൻ്റ് ആവുന്ന നേരത്ത് മുകളിൽ എന്താണ് ഇതേ സംഗതി തന്നെ മുകളിൽ എഴുതുക, കോസ്റ്റ് ഓഫ് ഇൻഫ്ലേഷൻ ഇൻഡെക്സ്.
മുകളിൽ എഴുതുക. ഓഫ് ദി എന്താണ് ഇൻ വിച്ച് ദി അസറ്റ് ഈസ് സോൾഡ്, അസറ്റ് വിറ്റ വർഷത്തെ കോസ്റ്റ് ഓഫ് ഇൻഫ്ലേഷൻ ഇൻഡെക്സ് മുകളിൽ എഴുതുക. കോസ്റ്റ് ഓഫ് ഇൻഫ്ലേഷൻ ഇൻഡെക്സ് ഓഫ് ദ ഇയർ ഇൻ വിച്ച് ഇമ്പ്രൂവ്മെൻറ്റ് ടുക്ക് പ്ലേസ്, ഏത് വർഷമാണോ ഇമ്പ്രൂവ്മെൻറ്റ് നമ്മൾ ചെയ്തത്. ചിലപ്പോൾ എന്താണ് ആദ്യ വർഷം നമ്മളൊരു വർഷം ഇത് വാങ്ങിയിട്ട് 1-2 വർഷങ്ങൾക്ക് ശേഷമായിരിക്കും ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യുക, പിന്നെ 1-2 വർഷങ്ങൾക്ക് ശേഷമായിരിക്കും ഇത് വിൽക്കുക. ഓക്കെ, അപ്പോൾ ആ ഇമ്പ്രൂവ്മെൻറ്റ് നടത്തിയ വർഷത്തിൻ്റെ എന്താണ് ഇൻഡെക്സ് ഇവിടെ എഴുതുക. ഓക്കെ, ഇത് രണ്ടും ഡിവൈഡ് ചെയ്യുക, അതിനെ കോസ്റ്റ് ഓഫ് ഇമ്പ്രൂവ്മെൻറ്റിൻ്റെ എമൗണ്ടിനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ നമുക്ക് ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് ഇമ്പ്രൂവ്മെൻറ്റ് കിട്ടും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ജസ്റ്റ് ഒന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക. മിസ്റ്റർ മോഹൻദാസ് ഹാഡ് അക്വയർഡ് എ ഹൗസ് പ്രോപ്പർട്ടി ഓൺ 15th July 2005 at a cost of rupees 1,75,000. On 20th January 2020, he sold the house for rupees 18,62,000 and paid a brokerage of rupees 18,000. Okay, compute the capital gain. കോസ്റ്റ് ഓഫ് ഇൻഫ്ലേഷൻ ഇൻഡെക്സ് കൊടുത്തിട്ടുണ്ട് 2 വർഷത്തിനും. ഇപ്പോൾ ഇത് ഇയാൾ വാങ്ങിയിരിക്കുന്ന വർഷത്തിൻ്റെതാണ് 117 എന്നുള്ളത്. ഇത് വിറ്റ വർഷത്തിൻ്റെ, ഏത് വർഷമാണോ അത് വിറ്റിരിക്കുന്നത് ആ വർഷത്തിൻ്റെ ഇൻഫ്ലേഷൻ ഇൻഡെക്സ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് 289. ഇത് അധിക പക്ഷവും ക്വസ്റ്റ്യനിൽ നിങ്ങൾക്ക് തരും. ഓക്കെ, അപ്പോൾ ഡിഗ്രി ലെവൽ ആയതുകൊണ്ട് എന്തായാലും ക്വസ്റ്റ്യനിൽ എന്തായാലും ഇൻഫ്ലേഷൻ ഇൻഡെക്സ് നിങ്ങൾക്ക് തരും. അപ്പോൾ അതൊന്നും ബൈഹാർട്ട് ചെയ്യേണ്ട കാര്യം വരുന്നില്ല. അപ്പോൾ ഇവിടെ എങ്ങനെയാണ് ഇതിൻ്റെ കമ്പ്യൂട്ട് ചെയ്തിരിക്കുന്നത്? കമ്പ്യൂട്ടേഷൻ ഓഫ് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ എഴുതണം കേട്ടോ. അപ്പോൾ ആദ്യം നെറ്റ് കൺസിഡറേഷൻ ചെയ്ത്, അപ്പോൾ നെറ്റ് കൺസിഡറേഷൻ ഇൻഡെക്സേഷൻ എന്ന ആവശ്യമില്ല, അത് നടപ്പ് വർഷത്തിൽ നമ്മൾ ചെയ്തിരിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ എത്രയാണ്? 18,62,000 കൺസിഡറേഷൻ കിട്ടിയിരിക്കുന്നത്. അതിൽ നിന്ന് 18,000 കുറച്ചാൽ 18,44,000 രൂപയാണ് എന്ത് വരുന്നത്? നെറ്റ് കൺസിഡറേഷൻ വരുന്നത്. ഇനി നമുക്ക് എന്താ വേണ്ടത്? ലെസ് ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് ആക്വിസിഷൻ. ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് ആക്വിസിഷൻ ലെസ് ചെയ്യുക. അപ്പോൾ ഇയാൾ വാങ്ങിയിരിക്കുന്നത് 2005 ജൂലൈ 15-നാണ്. അപ്പോൾ അന്നത്തെ ഇൻഡെക്സേഷനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. വിറ്റ വർഷം ഏതാണ്? 2020-ലാണ്. അതിൻ്റെ ഇൻഡെക്സേഷനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. 19-20 ഇൻഡെക്സേഷനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ വാങ്ങിയിരിക്കുന്നത് എന്താണ്? 1,75,000-നാണ്. അപ്പോൾ നമ്മൾ ലെസ് ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് ആക്വിസിഷൻ ഇവിടെ എഴുതുക. എന്നിട്ട് എന്താണ്? ഇയാൾ വാങ്ങിയപ്പോൾ കൊടുത്ത എമൗണ്ട് 1,75,000 ഇവിടെ എഴുതി വെക്കുക. മുകളിൽ നടപ്പ് വർഷത്തെ വിറ്റ വർഷത്തെ ഇൻഡെക്സേഷൻ മുകളിൽ എഴുതുക. പിന്നെ വാങ്ങിയ വർഷത്തെ ഇൻഡെക്സേഷൻ 117 താഴെ എഴുതുക. അത് രണ്ടും കൂടി ആദ്യം ഡിവൈഡ് ചെയ്യുക. ഇതിനെ 1,75,000 കൊണ്ട് എന്ത് ചെയ്യുക? മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ 4,32,265 രൂപയാണ് വരുന്നത്. കാര്യം അന്ന് ഇദ്ദേഹം വാങ്ങിയ 1,75,000 പ്രോപ്പർട്ടിയുടെ ഇന്നത്തെ വില എന്ന് വെച്ചാൽ പണപ്പെരുപ്പത്തിൻ്റെ നിരക്കിൽ നോക്കുകയാണെങ്കിൽ 4,32,265 രൂപ ഉണ്ട്. ഓക്കെ, അതാണ് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ്റെ ഒരു ബെനിഫിറ്റ് എന്ന് വെച്ചാൽ അവിടെ ഇൻഡെക്സേഷൻ നടക്കുന്നത് കൊണ്ട് നമുക്കെന്താണ് വാങ്ങിയ കോസ്റ്റിനെക്കാട്ടിയും കൂടുതൽ നമുക്കെന്താണ് ഇൻഡെക്സേഷൻ നമ്മൾ കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്കെന്ത് വരും? എമൗണ്ട് വരും. ഓക്കെ, അപ്പോൾ എത്ര കിട്ടി? ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ 14,11,735 രൂപയാണ് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് നമുക്ക് കോസ്റ്റ് ഓഫ് ആക്വിസിഷൻ മാത്രം വരുന്ന ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ കാണാനുള്ളത്. കോസ്റ്റ് ഓഫ് ഇമ്പ്രൂവ്മെൻറ്റ് കൂടി നമുക്കൊന്ന് നോക്കണം. ഓക്കെ, അപ്പോൾ കോസ്റ്റ് ഓഫ് ആക്വിസിഷനോ അല്ലെങ്കിൽ കോസ്റ്റ് ഓഫ് ഇമ്പ്രൂവ്മെൻറ്റോ 2001 മുൻപാണെങ്കിൽ നമ്മൾ എന്തെടുത്താൽ മതി? നമ്മൾ 100 തന്നെ എന്താണ് കോസ്റ്റ് ഓഫ് എന്താണ് ഇൻഫ്ലേഷൻ ഇൻഡെക്സ് ആയിട്ട് എടുത്താൽ മതി. ഓക്കെ, 2001, 2002 അതേ ഇൻഡെക്സേഷനാണ് അതിന് മുൻപ് വരുന്ന എല്ലാ വർഷങ്ങൾക്കും എടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു ചോദ്യം ശ്രദ്ധിക്കുക. മിസ്റ്റർ ഗോപാൽ acquired a house in 1990 at a cost 63,000. In 1999, he spent 30,000 on its improvement. In July 2003, he spent rupees 1 lakh on constructing 2 additional rooms. 2 additional rooms കൺസ്ട്രക്ട് ചെയ്തു 2003. അത് 1 lakh ആയിട്ടുണ്ട്. In September 2019, he sold the house for 11,73,000 and paid a brokerage of rupees 3,000. ഒരു ബ്രോക്കറേജും കൊടുത്തു 3,000. വിറ്റിരിക്കുന്ന എത്ര രൂപക്കാണ്? 11,73,000. കമ്പ്യൂട്ട് ദ ക്യാപിറ്റൽ ഗെയിൻ ഇഫ് ഫെയർ മാർക്കറ്റ് വാല്യൂ ഓഫ് ദ ഹൗസ് ഓൺ 1st April 2001 ഈസ് 1,10,000. ഓക്കെ, പിന്നെന്താണ് നമ്മൾ നോക്കേണ്ടത്? കോസ്റ്റ് ഓഫ് എന്താണ്? കോസ്റ്റ് ഓഫ്
ഇൻഡെക്സേഷൻ എന്താണ് ഇൻഫ്ലേഷൻ ഇൻഡെക്സേഷൻ 2003-2004 കൊടുത്തിരിക്കുന്നത് 109 ഓക്കെ. അപ്പോൾ ആദ്യം തന്നെ നമ്മളിവിടെ ക്യാപിറ്റൽ ഗെയിൻ കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ എന്നും കൂടി എഴുതുക, കമ്പ്യൂട്ടേഷൻ ഓഫ് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ എന്നും കൂടി എഴുതുക. ആദ്യം നെറ്റ് കൺസിഡറേഷൻ എഴുതുക. നെറ്റ് കൺസിഡറേഷൻ വന്നിരിക്കുന്നത് 11,70,000 ലെസ് ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് ആക്വിസിഷൻ. നമ്മളിവിടെ എടുത്തിരിക്കുന്നത്, ഇവിടെ ഇദ്ദേഹം വാങ്ങിയിരിക്കുന്നത് 63,000 ആണെങ്കിലും ഫെയർ മാർക്കറ്റ് വാല്യൂ 2001 ഇതിൻ്റെത് 1,10,10,000 അപ്പോൾ അത് നമ്മൾ ബേസ് ആയിട്ട് എടുക്കുക. ഓക്കെ, 1,10,10,000 നമ്മൾ ബേസ് ആയിട്ട് എടുക്കുക. ഓക്കെ, 2001 അങ്ങനെ ക്വസ്റ്റ്യനിൽ തരികയാണെങ്കിൽ ഇത് നമ്മൾ ബേസ് ആയിട്ട് എടുക്കുക. എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഇവിടെ നമ്മുടെ വിറ്റ വർഷം ഏതാണ് 2019 അപ്പോൾ ഇവിടെ ആ ഒരു ഇൻഡെക്സേഷൻ ഇവിടെ നമ്മുടെ ക്വസ്റ്റ്യനിൽ കൊടുത്തിട്ടില്ല. അത് 289 2019-20 259 അതിവിടെ ക്വസ്റ്റ്യനിൽ കൊടുത്തിട്ടില്ല. ഓക്കെ, അത് നമ്മൾ ഊഹിച്ചെടുക്കണം എന്നാണ് ഇവർ ഉദ്ദേശിക്കുന്നത്. 289 അപ്പോൾ നിങ്ങൾ മിനിമം നിങ്ങൾ എന്താണ് ഒന്ന് ബൈ ഹാർട്ട് പഠിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ലാസ്റ്റ് ഇയർ നിങ്ങളിപ്പോൾ പഠിക്കുന്ന 2019-20 ഇൻഡെക്സേഷൻ എമൗണ്ട് ഒന്ന് ഓർത്ത് വെക്കുക. അതേപോലെ ഫസ്റ്റ് ഇയറിൻ്റെ ഓർക്കാൻ പ്രയാസമില്ല, അത് 100 ലാസ്റ്റ് ഇയറിൻ്റെ 289 ഓക്കെ, അതൊന്ന് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ മതി. അപ്പോൾ ഇവിടെ എന്താണ് നമ്മൾ ഫെയർ മാർക്കറ്റ് വാല്യൂ അതിൻ്റെ കൂടെ എന്ത് ചെയ്യുക, ഈ നമ്മുടെ വിറ്റ വർഷത്തിൻ്റെ ഇൻഡെക്സേഷൻ ഡിവൈഡഡ് ബൈ എന്താണ് ഈ ഫെയർ മാർക്കറ്റ് വാല്യൂ 2001 അപ്പോൾ അതിൻ്റെ ഇൻഡെക്സേഷൻ 100. അപ്പോൾ അത് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്ന നേരത്ത് 3,17,900 രൂപയാണ് കോസ്റ്റ് ഓഫ് ആക്വിസിഷൻ ആയിട്ട് ഇപ്പോൾ കാണിക്കുന്നത്. ഇനി കോസ്റ്റ് ഓഫ് ഇമ്പ്രൂവ്മെൻറ്റ് അത് എത്രയാണ് ഇമ്പ്രൂവ്മെൻറ്റ് എമൗണ്ട്? അത് 2003 ഇത് ചെയ്തിരിക്കുന്നത്, ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്തിരിക്കുന്നത് 2 മുറി അധികം എടുത്തപ്പോൾ 1,00,000 രൂപയായിട്ടുണ്ട്. ആ 1,00,000 ഇവിടെ എഴുതുക. അപ്പോൾ നമ്മളെന്താണ് ഇത് വിറ്റ വർഷം 19 അപ്പോൾ ആ വർഷത്തെ 19-20 ഇൻഡെക്സേഷൻ എടുക്കുക ഡിവൈഡഡ് ബൈ ഇത് ഇമ്പ്രൂവ് ചെയ്ത വർഷത്തെ ഇൻഡെക്സേഷൻ. ഇമ്പ്രൂവ് ചെയ്ത വർഷത്തെ ഇൻഡെക്സേഷൻ എന്താണ് 109 ഡിവൈഡ് ബൈ 109. അപ്പോൾ ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര വരും? 2,65,138 വരും. ഇത് രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ 5,83,038 വരും. ഓക്കെ, അപ്പോൾ 11,70,000 നിന്ന് 5,83,038 മൈനസ് ചെയ്താൽ 5,86,962 വരും. അത് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ആയിട്ട് പരിഗണിക്കും. ഓക്കെ, അപ്പോൾ ഇത്രേ ശരിക്കും കമ്പ്യൂട്ടേഷനിൽ വരുന്നുള്ളൂ. ഇൻഡെക്സേഷൻ വളരെ സിമ്പിളാണ്. അതൊന്ന് 1-2 വട്ടം ഒന്ന് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാവുന്നതാണ്. ഓക്കെ, ഇനി ചെറിയ തിയറീസ് മാത്രമേ ഇതിൽ ഈ ഒരു ചാപ്റ്ററിൽ വരുന്നുള്ളൂ.